ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. അതായത് നമുക്ക് വരുന്ന നെഗറ്റീവ് ചിന്തകളെ തടയാനായിട്ട് ജപ്പാനീസ് പിന്തുടരുന്ന കുറച്ച് ശീലങ്ങളെ നമുക്ക് പരിചയപ്പെടാം. നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒന്നാണ് സ്ട്രെസ്സ്, ഓവർ തിങ്കിങ് പോലുള്ള കാര്യങ്ങൾ. നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കാൻ കുറച്ച് ജപ്പാനീസ് തത്വങ്ങൾ പരിചയപ്പെട്ടാലോ? ഇത് മനസ്സിനെ ശാന്തമാക്കാനും നെഗറ്റീവ് ചിന്തകളെ റിമൂവ് ചെയ്യാനും സഹായിക്കുന്നവയാണ്. അതിൽ നമ്പർ 1 എന്ന് പറയുന്നത് നൈക്കൺ എന്ന ഒരു ചിന്താഗതിയാണ്. നൈക്കൺ എന്ന ജപ്പാനീസ് വാക്കിൻ്റെ അർത്ഥം നമ്മളിലേക്ക് തന്നെ നോക്കുക എന്നതാണ്. സെൽഫ് റിഫ്ലക്ഷൻ. ഇത് കൗൺസിലിങ്ങിൽ എല്ലാം ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ്. ഇത് മറ്റുള്ളവരെ അനലൈസ് ചെയ്യാതെ നമ്മളെ തന്നെ വിലയിരുത്താൻ പഠിപ്പിക്കുന്ന ഒന്നാണ്. നമ്മളെ മനസ്സിലാക്കാൻ പഠിപ്പിക്കുന്ന ചിന്താഗതി. നമ്മളൊരു ശാന്തമായ സ്ഥലത്തിരുന്ന ശേഷം ഒരു 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ നെഗറ്റീവ് ചിന്തകളെ മാറ്റാൻ സഹായിക്കുന്നു. അതിൽ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം എനിക്ക് എന്ത് ലഭിച്ചു. സെക്കൻഡ്, ഞാൻ മറ്റുള്ളവർക്ക് എന്താണ് ഇന്ന് നൽകിയത്. നമ്പർ 3 എന്ന് പറയുന്നത് ഞാൻ കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്നതാണ്. അപ്പോൾ ഈ 3 ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നതിനെ ഉദ്ദേശിച്ചായിരിക്കും ഇതിൻ്റെ ഒരു സൈക്കോളജി, ജപ്പാനീസുകാരുടെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരങ്ങളും നാം ഓരോ ദിവസവും മനസ്സിലാക്കി കണ്ടുപിടിക്കുക എന്നതാണ്. മനസ്സിലുള്ള നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കാനുള്ള കാര്യമാണിത്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങളെ നമ്മൾ എഴുതി വയ്ക്കുന്നത് നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാനുള്ള ഒരു ഉപാധിയായിട്ട് മാറുന്നതാണ്. നമ്പർ 2 എന്ന് പറയുന്നത് ഷിൻജിൻ യോക്കു എന്നുള്ളതാണ്. അത് ജപ്പാനീസ് മൈൻഡ് സെറ്റാണ്. മൈൻഡ് ഡീറ്റോക്സ് ചെയ്യാനുള്ളൊരു ഹാബിറ്റാണ്. ഇതിൻ്റെ അർത്ഥം ഫോറസ്റ്റ് ബാത്തിങ്, പ്രകൃതിയുമായി അടുത്തിടപഴകുക എന്നതാണ്. പ്രകൃതിയിൽ സമയം സ്പെൻഡ് ചെയ്യുക. സ്ട്രെസ്സും മറ്റും കുറയ്ക്കാനായിട്ട് ഈ ഒരു ആശയം പ്രചരിപ്പിക്കുന്നത് പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് അല്പസമയം നടക്കുന്നതിലൂടെ സ്ട്രെസ്സും ടെൻഷനും നെഗറ്റീവ് ചിന്തകളും ഒഴിവാകുന്നതാണ്. ഓവർ തിങ്കിങ്ങും ഇതിലൂടെ ഒഴിവാക്കാൻ സാധിക്കുന്നു. ഇത് നമ്മുടെ സിസ്റ്റത്തിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നേച്ചറുമായിട്ട് കൂടുതൽ അടുക്കുന്നതിലൂടെ, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ, നമുക്കിഷ്ടപ്പെട്ടൊരു പൂന്തോട്ടം ഒരുക്കുന്നതിലൂടെ, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയെല്ലാം നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും എല്ലാം റിലീസാവുന്നതാണ്. നമ്പർ 3 എന്ന് പറയുന്നത് ടീ മൈൻഡ് അഥവാ ചായ കുടിക്കുന്നത്. റിലാക്സ് ആയിട്ടിരുന്ന് ആസ്വദിച്ച് കുടിക്കുക എന്നത്. ഇത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്നു. ചായയുടെ മണവും രുചിയും മനസ്സിലാക്കി ആസ്വദിച്ച് കുടിക്കുന്നതിലൂടെ മൈൻഡ് റിഫ്രഷ് ആക്കാൻ നമ്മളെ സഹായിക്കുന്നു. അതിലൂടെ നമ്മുടെ മൈൻഡ് റിലാക്സ് ആവുകയും ചെയ്യുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് മൊണോളോ അവ്യർ എന്നാണ്. ഈ ലോകത്തുള്ള കാര്യങ്ങളൊന്നും ശാശ്വതമല്ല എന്നതാണ്. നല്ല സമയം, മോശ സമയം, സന്തോഷവും ദുഃഖവും എല്ലാം നമുക്കുണ്ടാകും. അത് ഒരിക്കലും നിലനിൽക്കുകയില്ല. ഈ സമയവും കടന്നു പോകുമെന്നതാണ്. ജപ്പാനിൽ സക്കുറ പൂക്കൾ അഥവാ ചെറിയ ബ്ലോസംസ്, ഫ്ലവേഴ്സ് ഒരു സീസണിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് എല്ലാ സമയവും നീണ്ടു നിൽക്കില്ല. കുറച്ച് കഴിയുമ്പോൾ അത് നശിച്ചു പോകുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എക്കാലവും നിലനിൽക്കില്ല. അതുപോലെ തന്നെയാണ് സന്തോഷവും. അത് എന്നും നിലനിൽക്കില്ല. നമുക്ക് ഓരോ ഘട്ടങ്ങളിൽ ഓരോ ഇതാണ് വന്നുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബെബിസാബി എന്നുള്ളതാണ്. ആ ഫിലോസഫിയിൽ അപൂർണതയിലും മാറ്റങ്ങളിലും യഥാർത്ഥ സൗന്ദര്യമുള്ളത് എന്നാണ്. അതുപോലെ തന്നെ കിൻസുഖി എന്നതും. പൊട്ടിയ മൺപാത്രങ്ങൾ കളയുകയില്ല, അതിനെ നമ്മൾ മനോഹരമാക്കാൻ വേണ്ടി അതിനകത്ത് ഗോൾഡൻ പെയിൻറ്റുകൾ അടിച്ച് അതിനെ മനോഹരമാക്കുന്ന ഒരു ചിന്താഗതിയാണ് ജപ്പാനീസുകാർ ഇവിടെ പിന്തുടരുന്നത്. ജീവിതത്തിലുണ്ടാകുന്ന പരാജയങ്ങളും വിഷമങ്ങളും നമ്മളെ കൂടുതൽ ശക്തരാക്കുന്നു, പക്വതയുള്ളവരാക്കുന്നു. ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ പക്വതയോടെ നേരിടാൻ നമ്മളിതിലൂടെ പഠിക്കുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇച്ചിഗോ ഇച്ചി എന്നതാണ്. ഓരോ നിമിഷത്തെയും പൂർണ്ണമായും ജീവിക്കുക. ജീവിതത്തിലെ ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നത് നമ്മുടെ മനസ്സിലുള്ള ചിന്തകളെ സ്വതന്ത്രമായി വിടുക എന്നതാണ് ജപ്പാൻകാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാമ എന്നാൽ മീനിങ് ഫുൾ സ്പേസ് എന്നാണ്. മനസ്സിനും ചുറ്റുപാടുകൾക്കും ഒരു എംപ്റ്റി സ്പേസ് നൽകുക എന്നതാണ്. നാം എല്ലാവരും എപ്പോഴും മനസ്സിൽ
അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലൊക്കെ നോട്ടിഫിക്കേഷൻസ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ ഓരോ കാര്യങ്ങളിലും സ്പേസ് ഉണ്ടാക്കുക. വീടുകളിലായാലും ജപ്പാനീസുകാർ ഈ ഒരു രീതി പിന്തുടരുന്നുണ്ട്, ഈ ഒരു ഫിലോസഫി അവർ പിന്തുടരുന്നുണ്ട്. ജപ്പാനീസുകാർ മിനിമലിസമാണ് ഫോളോ ചെയ്യുന്നത്. അവരുടെ വീടിൻ്റെ അടുക്കും ചിട്ടയും ആ ഒരു മിനിമലിസത്തിലൂടെ ആണ് വരുന്നതെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മളിവിടെ സംസാരിച്ചത് നമുക്ക് നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ തടയാനായിട്ട് ജപ്പാനീസുകാർ ശീലിച്ച കുറച്ച് ശീലങ്ങളാണ്. ഇത് നമുക്കും നമ്മുടെ ലൈഫിൽ ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന സ്ട്രെസ്സിനും ഓവർ തിങ്കിങ്ങിനും എല്ലാം ഒരു റെമഡിയായിട്ട് നമുക്ക് ഇത് കിട്ടുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പം എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.